അമ്മേ നാരായണ ദേവി നാരായണ. മലവായി ആട്ടം കുറുമല ചേലക്കര. അമ്മയുടെ വരവേൽപ്പിനുള്ള ചടങ്ങ്. മലവായി ആട്ടം അപ്പുമാൻ ആശാൻ എരുമപ്പെട്ടി.
അല്ല എല്ലാത്തിനും ഓരോരുത്തണ്ടല്ലോ. അതുപോലെ കുറുമല തറവാട്ടിലേക്ക് അത്തിരി വേഗം പോയതാണ്. അപ്പൊ കുറുമല തറവാട്ടിലേക്ക് മാത്രം നിങ്ങളൊക്കെ പ്രായം നേരം കഴിഞ്ഞിട്ട് അപ്പൊ ഒരു കുട്ടി കറങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെറുപ്പം ഒരു കുട്ടി കറങ്ങ ഒന്നാമത് റെയിൽവേ പണിക്കാരനൊക്കെ ഉണ്ട് ഇവിടെ. എന്റെ പെങ്ങളെ പറഞ്ഞിട്ട് തീവണ്ടി പോണ ശബ്ദമല്ല തോന്നിയിട്ടാവില്ല. ആ വെറുതല്ല ഇയാൾക്ക് ഇങ്ങനത്തെ സംഭവം വേണ്ട. നായന്മാരെ വീട്ടിലേക്ക് മാനെത്താൻ പോലും നിർത്തി. ഇപ്പൊ അങ്ങോട്ട് പോണ പരിപാടി ഇല്ല. എന്താ ഓ എല്ലായിടത്തും പോയാലും ഒരു ചീറ്റിലായിട്ടുണ്ട്. ഇവിടെ മാത്രം 3 കിട്ടിട്ടോ. ഒന്ന് ഇങ്ങക്ക് ഒന്ന് വിഷന് വേറെ പുറത്തിങ്ങനെ കൗണടിച്ചെടുക്കണ കണ്ടാണ് ചേരുമ്പ്രാക്കള്. ഞാനും പറ്റാറ് നക്കിക്കോ അവരെ തൊട്ടുണ്ടാക്കിയിരിക്കണേ. ഈശ്വര ഈശ്വര ഭോ 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 ഏതാ മൂർത്തി? ഈശ്വര 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 ഈ നല്ല വസിക്കും കരിമല മോളിലെ നല്ല മലയിലെ ദൈവങ്ങൾ വന്നതാദ്യം ആനവസിക്കും കരിമല മോളിലെ നല്ല കരിങ്കോട്ട കൂട്ടവാര് കണ്ടടി കുഞ്ഞേക്ക്
എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പള്ളി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്നൊന്നും ഞാൻ ഇവിടെ ഇല്ല. അന്ന് മുത്തപ്പൻ ഗൾഫിലാ. മുത്തപ്പൻ അന്ന് ഗൾഫിലാ. അപ്പൊ ഗൾഫിലേക്ക് വിളിച്ചിട്ടാണ് പറയണത്, മുത്തപ്പ ഞങ്ങളവിടെ ഒരു പള്ളിയുണ്ട്, അന്ന് പെയിന്റ് ചെയ്യണം. മുത്തപ്പ വന്ന് പെയിന്റ് ചെയ്യണം. അന്ന് ഞാൻ പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ പള്ളിക്ക് പേര് വന്ന പുത്തൻ പള്ളി. അങ്ങനെയാണ് പുത്തൻ പള്ളി, അല്ലെങ്കിൽ അത് മുഷിഞ്ഞ പള്ളി. അത് കഴിഞ്ഞ ഓടും. ശരീരത്തിനത് വേണ്ട. അങ്ങനെ ഓടണ കളികളുണ്ടോ ഈ കളിക്കാര് ഓടണൊക്കെ. അങ്ങനെ ഞാൻ ചെന്നാൽ ഈ കരിങ്കാലൊക്കെ ഇട്ടു. അപ്പൊ ഇക്കണെങ്കിൽ ഈ കരിങ്കാല് കെട്ടാൻ പറ്റി പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ ആശാനെ പറഞ്ഞു, ആശാനെ ഈ കരിങ്കാല് കെട്ടാൻ അത്ര വലിയ വശമില്ല കേട്ടോ, പിന്നെ നിങ്ങള് ഒന്ന് സഹായിക്കണം. പണ്ട് മറ്റേ ആള് പറഞ്ഞില്ലേ, പവിത്ര മുതലാളി ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഞാൻ ആളോട്ട് എന്ത് പറ്റില്ല, കൊട്ടാണ്. അങ്ങനെ ചാടി കളി തുടങ്ങി. ഇങ്ങനെ കളി തുടങ്ങിയപ്പോ എനിക്കറിയില്ലല്ലോ അവരെ ടീമിൽ വെട്ടും തടവുണ്ട്. ഇത്ര
നമുക്ക് എന്ത് വെട്ടുണ്ടാവും? എന്റെ ആശ വന്നിട്ട് എന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നിപ്പ, ഇങ്ങനെ വന്നൊരു നിപ്പ. ഇതൊക്കെ വെട്ടുണ്ടാവുന്ന തീരുമാനാണ്. അപ്പൊ എന്റെ ആശ അത് കാട്ടിയിരുന്നില്ല. അപ്പൊ ഞാനിത് പൊന്തിച്ച് കാട്ടി കൊടുത്തു. അപ്പൊ എന്റെ ആശ ഇങ്ങനെ നിൽക്കുമ്പോ പണ്ടത്തെ പാറകോടി പോലെ എന്റെ ആശ ഇങ്ങനെ പിടിച്ചു. എന്റെ ആശ ഇങ്ങനെ നിൽക്കുമ്പോ ആൾക്കാരിങ്ങനെ നോക്കില്ല. ഞാൻ ഇവിടെ നിന്നല്ലാവരും കഴിക്കും. ഞാൻ അച്ഛൻ കൊണ്ടിട്ട് വന്നിക്കണ. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ ആശ മാത്രം നിൽക്കുമ്പോ ഞാനൊരു സൂത്രാന്നാ. അങ്ങനെ ആശാസിന്റെ ഭാഷ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആൾക്ക് തല കറങ്ങണ്ടെന്ന തല കറങ്ങണ്ടെന്ന കാട്ടിയാലും കൊണ്ടപ്പോളെ വേഗം. അങ്ങനെ ഞാൻ ചെന്നാല് അങ്ങനെ ഒരാളാണ്. ഞാൻ പറയാം, ഈശ്വരാ മുടി കെട്ടി കുഞ്ഞാളെ മുക്കഞ്ഞാത്ത കൊണ്ടറമ്പിളേ. അതെ, ഇവിടെ അരി കൊടുക്കണ്ടേ. ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം കൂടില്ല. എന്നിട്ട് പറയാനുള്ള ലേഖില്ലേ പഞ്ചി എന്ത് സാധനമില്ല ഇപ്പൊ റേഷൻ കടയില് പഞ്ചി. പഞ്ചി ആളുകളൊക്കെ വേഗം പോരട്ടെ. ഇപ്പൊ നെറ്റ് വർക്കൗട്ടാണ്. ഇപ്പൊ വരികയാണെങ്കിൽ നമുക്ക് ഒരു വീട്ടിലെല്ലാവർക്കും വേണത്. കപകട്ടുള്ളവരൊക്കെ വന്നിട്ട് അപ്പൊ എന്താ മന്ത്രോ മഴ. നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നിടത്ത് ഉറുമ്പുണ്ടാ? ഞാൻ എത്ര സുഖത്തില നിൽക്കുന്നത്. എല്ലാവരോട് കരിങ്കുട്ടി കരിഞ്ഞൊലിപ്പറ്റമാരെ ഒന്ന് കരിങ്കുട്ടി സ്വാമി പിഴപ്പിക്കരുത്. പിന്നെ ഒലവാരത്തമ്മേ ഈ തറവാട്ടിലെ മൂലമായിരിക്കുന്ന ബുദ്ധിമുട്ടിപ്പോ തട്ടകത്ത് ഭഗവതി 4 വട്ട കോമരക്കാര് ഇന്ന്
പറഞ്ഞിരിക്കുന്ന പ്രകാരം പോലെ കല്ലരിക്കൊടി കരിമല വടക്ക് ഭാഗത്ത് വലിയൊരു പതാളത്തിൽ 5000 കല്ലുരുട്ടി അടിയും വളർന്ന് 3000 കല്ലൊരു മോല് കൂട്ടി കരിങ്കല്ല് കൊണ്ട് കരിങ്കൊട്ടും കൂട്ടി കരിനീര് പെറ്റമ്മേനെ ആടിപ്പാടി ഒട്ടിത്തുളിച്ച് കുടിവെച്ചുള്ള സമ്പ്രദായത്തിനനുസരിച്ച് ഉദിപ്പനത്തെ ഉദിഭഗവാനെ 3-ാം തൃക്കണ്ണിൽ ഇളങ്ങ് പോലെ കൊട്ടി വളങ്ങ് പോലെ തെയ്യപ്പെട്ടത് ഏതിന് 2 തയ്യാറപ്പിളങ്ങളെ ഉദിപ്പനത്ത് നല്ലത്തിൻ്റെ തിരുവരം വാങ്ങി ഭൂമി ലോകത്തിറങ്ങി കല്ലിരിക്കും മലവാരം കണ്ട് കല്ലിരിക്കൊണ്ട് കരിമല വടക്ക് ഭാഗത്ത് വലിയൊരു പാതാളത്തിൽ 5000 കല്ലുരുട്ടി അടിയും വളർന്ന് 3000 കല്ലുരുട്ടി മുള കൂട്ടി കരിങ്കല്ല് കൊണ്ട് കരിങ്കോട്ടം കൂട്ടി കടലിലേക്ക് കാലുനിട്ടി മലയോട് മുതിയായിരിക്കുന്ന പൊന്നു തമ്പുരാട്ടി ആരുടെ കാലത്താണോ ഇതിന് മൂലമായിരിക്കുന്ന മുഖമത്തപ്പൻ ആടിപ്പാടി പടിമാനം പഠിച്ച് കാരമുള്ള തിരികെ കെട്ടി കരിങ്കല്ല് ചുമട് വേണ്ടിയിട്ട് ആടിപ്പാടി കൊട്ടിയിൽ ഈ 4 നടുമുറ്റത്ത് കൂടി വെച്ചത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് അമ്മയുടെ പന്തലാട്ടം നടക്കുകയാണ്. പൊന്നു തമ്പുരാട്ടിയമ്മ പൊന്നു മലബാര സമ്പ്രദായങ്ങളെ പിഴപ്പിക്കരുത്. അമ്മയ്ക്ക് അമ്മേനെ വിളിച്ച് ചെയ്തിരിക്കുന്ന കാര്യാദികളൊക്കെ സന്തോഷപ്രകാരമായിട്ട് ഇരിക്കുമ്പോൾ അമ്മേനെ വിളിച്ച് വിളിപ്പുറത്ത് വന്ന് സത്യം പോലെ വായുവിൽ പറയാനുള്ള വിധി ഉണ്ടാക്കി തന്നിരിക്കുന്ന പൊന്നു തമ്പുരാട്ടി. ഇന്ന് അമ്മയുടെ ആട്ടപ്പിറന്നാളാണ്. അപ്പം അടിക്കെട്ട് ചിലമ്പിനും മുടിക്കെട്ട് ചിരിക്കും പറഞ്ഞ വാക്കിന് എറിഞ്ഞരിക്കും തെറ്റുകുറ്റ പാകപഴകൾ വരുത്താതെ കണ്ട് രക്ഷപ്പെടുത്തി തന്നിരിക്കുന്ന പൊന്നു തമ്പുരാട്ടി അമ്മ. പൊന്നു വാടക്കുളങ്ങരമേയും അടങ്ങിയപ്പോൾ അന്ത്യമാള ദുവകൊടി ചുല്ലിപ്രാന്ത എക്കിളിമേയും അളപ്പുറത്തയ്യപ്പ ചിറക്കൽ ചുവ മുല്ലക്കിൽ ഭഗവതി ലോത്തിക്കാവ് ഭഗവതി ചെങ്ങായി വാലുമത്തപ്പ കടപ്പുറത്ത് ചുവേ കടമാതോട്ടിൽ മുലവാരിക്കുന്ന ബുധമുത്തപ്പ പിഴപ്പിക്കരുത് ചൊല്ലുന്ന ഗുരുനാഥന്മാരെല്ലാവരെ കണ്ടനാട്ട് മുത്തപ്പ പുഞ്ചിരിക്കാവിലമ്മേ അന്നംകുളങ്ങര ഭഗവതി ഓം ഹരിയരാജക്തി ആകാശമൂന്ന് തേക്കടങ്ങ് കല്ലുകൊണ്ടൊരു വന്നാഹം 14 യുഗത്തിൽ കന്നമായി കാലമായി കർശനമായി ഞാനും എൻ്റെ അഹിന്റെ പേച്ച് പെരുമിടമൂർത്തികളും നാടോടെ ചെന്ന് വീട്ടിൽ പെരുമാറും കാലം പേരാറ്റിൽ പെരുമള്ള അകലെ പോലെ ഇറ്റാട്ട് തരുമ്പോൾ പുറമെ പോലെ മുത്രാൾ കൊടുക്കും പാതി വാരിക്കോലിൽ കൊടുക്കാതെ കണ്ട് അണ്ണക്കര് കണ്ടക്കര് കാമറ ഉള്ളിവെള്ളം കണക്കപ്പെട്ട ചെങ്കരപ്പെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യാദികളും ഒത്തൊത്ത് മുളക് ചന്ദനം കോഴി കാലം താലവളം വട്ടകുളം കുരിശ് പിന്നോടെ വിഴിഞ്ഞു വരുന്ന നേരത്ത് ഞാനും എൻ്റെ ഗുണനും ഗുരുക്കളും പള്ളി കളക്കച്ചന്മാരോടും ഊരുട്ട് ഊരാളന്മാരോടും കൂടി മുറ്റത്തിറങ്ങുന്ന പൈതങ്ങളോടും അല്ല ലാഭത്ത് കൊടുക്കാതെ കണ്ട് കാത്തിരിക്കുന്ന പൊന്നു തമ്പുരാട്ടിയമ്മേ. തീക്കുട്ടി മൂക്കുട്ടി മായക്കുട്ടി മണ്ണത്തുകുട്ടി മടിയിൽക്കുട്ടി തേവാരക്കുട്ടി നെട്ടക്കുട്ടി പറക്കുട്ടി കരിക്കുട്ടി ഗണപതി ഭഗവാനെ പിഴപ്പിക്കരുത്. ഓ കുട്ടി കാത്ത ധാരാളം കുട്ടി പശുവിൻ്റെ വരത്താതിരിക്കുന്നവരെ താങ്കളെ വേവിച്ച് വേഷമിട്ടിറങ്ങുമ്പോൾ പാണനെ പറയുന്ന കല്ലാട്ട് മണിക്കുന്ന മൂലത്ത് വെച്ച കാലന്മാർ കണ്ണുകൊണ്ടുകൊണ്ട് മനങ്ങളുടെ ഊർക്കത്തിൽ പിടിച്ചു വെക്കുക. എന്ത് ബന്ധനം അതിനെ മൂർത്തിയുള്ളൂ വലിച്ച പ്ലാമിനെ കൊടുത്ത് ഭസ്മം കാറ്റിൽ പറപ്പിച്ചതുപോലെ പറപ്പിച്ച് തന്നിരിക്കുന്നത് പൊന്നു മലവാർത്തമ്മ. എൻ്റെ അപ്പ പൊന്നു മലവാർത്തമ്മേ പിഴപ്പിക്കരുത് ചൊല്ലിയെന്ന് കൂറുന്നതാ പോകുമ്പോ എന്താ ഞാൻ ആദ്യം നോക്കിയ സ്വന്തമായിട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായി. ഓ ഞാൻ കല്യാണം കഴിച്ച ആൾക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ. അങ്ങനെ ഉണ്ടായോന്നാ ചോദിക്കണം. ആ കല്യാണം കഴിച്ചാൽ തന്നെയല്ല എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പെണ്ണത്തിന് വെറുതെ എത്താൻ പറ്റുമോ? അതിന് തിന്നാൻ കൊടുക്കണ്ടേ? അങ്ങനെ കല്ലുപണിക്ക് ഇങ്ങനെ പോവന്നെ. പിന്നെ പണിയെടുക്കന്നെ. നമുക്ക് പണിയെടുത്താലല്ലേ നമുക്ക് പൈസ ഉള്ളോ? അങ്ങനെ പണിയെടുക്കന്നെ. പണിയെടുക്ക ഇങ്ങനെ പണിയെടുത്തിട്ട് കുട്ടിണ്ടായി വരണം. ഈ പണിക്ക് പോകുമ്പോ അങ്ങനെ കുട്ടിണ്ടാവും. അതതിന്റെ ഉള്ളോടൊക്കെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അങ്ങനൊക്കെ ഒരു കുട്ടിണ്ടായി. അല്ല പണിക്ക് പോണെന്ന് പറഞ്ഞു. കല്ലുകെട്ട് പണിക്ക് കല്ലെട്ടാൻ പോണ്ടേ? ആ കല്ലെട്ടാൻ പണിക്ക് ഇങ്ങനെ പോണവരിങ്ങനെ പോയോണ്ടിരിക്കുമ്പോ നല്ല പേരുകളാവണം. സുസ്മിത, അതിന് ഞാന് ഇഷ്ടത്തോടെ വിളിക്കുന്നതാണ് സുസുന്ന്. ഓമന പേര് പേര് ഒരു പേര് പറയുമോ? എന്നാ നിങ്ങൾ ഓമന പറയാ. ആ സുസ്മിതനെ ഞാൻ സുസോന്ന് വിളിക്കും.
സുസു സുസു മാറണ പൊട്ടുപ്പ മാറണ അടപ്പ പൊട്ടു ആള് ഒളിച്ചു നിന്നിട്ട് വെടിവെക്കുക. അങ്ങനെ ഞാൻ സുസു സുസു അപ്പൊ അവള് വരും, അവന് വരും. അങ്ങനെ ഞാൻ ഈ കുട്ടീനൊക്കെ ഇങ്ങനെ വെറുതെ കുട്ടിയെന്ന് അതിന് പേരിട്ടു. കൊറേ സ്വർണം വന്നു കേട്ടോ കുട്ടിയുടെ. അതിന് കാതില്ല, ആ കുട്ടിക്ക് കാതില്ല. അതിലൊരു സ്വർണ്ണല്ലേ കുട്ടികളോ. അങ്ങനെ അത് ചെന്നു പേരൊക്കെ ഇടാൻ ചെന്നപ്പോ എനിക്ക് വള കിട്ടി, സ്വർണം കിട്ടി, കാലിലേക്ക് കമ്മല് കിട്ടി. അങ്ങനെ കാലിലേക്ക് ഞാൻ അങ്ങോട്ടൊന്നും പറയണ്ടേ, ആ വർത്താനം ചിലപ്പോ നിൽക്കും. അപ്പൊ അങ്ങനെ ഇത് പേരൊക്കെ ഇട്ടു. ഇത് കഴിഞ്ഞു. ഇത് എന്റെ കുട്ടീനെ എന്റെ തള്ളേനെ നോക്കണ്ടേ, എന്റെ പെണ്ണൊരുത്തിനിക്ക് നോക്കണല്ലോ. ഞാൻ പണിക്ക് തന്നെ പോണം, ഇത് കല്ലെട്ടാൻ പോവന്നെ. അങ്ങനെ പണിയെടുത്തപ്പോ വീണ്ടും പണിക്ക് തന്നെ പോണം.
കരണം പറഞ്ഞു ഒരു നേരത്തിന് തരക്കടില്ലാണ്ടിരിക്കില്ലടാ അവിടെ. എന്നിട്ട് ആകെ കുത്തിയാക്കിട്ട് വിട്ടു. എന്നിട്ട് ഞങ്ങള് കുത്തിയാക്കിട്ട മൂപ്പര. ആ മാറുന്ന പറഞ്ഞതേ. എന്നിട്ട് ഞങ്ങള് കുത്തിയാക്കി കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങള് വാറന്റിക്കാട് പോയി. വാറന്റിക്കാട് പോയിട്ടും ശരിയായില്ല. തീക്കോട് പോയി. തീക്കോട് പോയപ്പോ അവിടുത്തെ മൂപ്പര ആകെ തീട്ടനെ വന്നു. അത് നല്ലൊരു മൂപ്പരനെ വെച്ചിട്ട് ഓടിച്ചെന്ന മൂപ്പര. അപ്പൊ അവിടെ എന്താ ബാറൊക്കെ മൂടി കിടക്കണ പിന്നെ ഓടിച്ചെന്താ വട്ടൊക്കെ ഇട്ടിട്ടേ തലയില് വെള്ളപ്പൊക്കെ വെച്ചിട്ട് മൂപ്പര തലയില് വെള്ളപ്പം അവരെ നിസ്കാര തൊപ്പിയാണത്. അപ്പൊ നന്നോട് ഞാൻ പറഞ്ഞല്ലേ അത് നിസ്സാര തൊപ്പി ഇല്ലാന്ന്. ഞാൻ വെള്ളപ്പാണെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളോട് പറഞ്ഞത്. അതേ നിസ്കാര തൊപ്പി ബാറല്ല ജാറമൂട പച്ച വട്ടോണ്ട് ജാറമൂട. ഞാൻ ബാറ വെച്ചിട്ട് ഞാൻ ഓടി കയറി രാമ. അപ്പൊ അവിടെ എന്താണ് അവിടുത്തെ കാര്യം? അവിടുത്തെ നല്ല മൂപ്പരാണ്. എന്നിട്ടൊക്കെ തീയിട്ട് ഈ എണ്ണ ഇല്ലാത്ത ഒക്കെ തീയിട്ട് കത്തിച്ച് പപ്പടം പൊളത്തെ മതി നല്ല ചന്ത. ഇവിടുത്തെ മൂപ്പര് നോക്കി നോക്കട്ടാ. നിങ്ങള് കൊറേ സ്ഥലത്തൊക്കെ പോയിട്ടുള്ള ഒന്ന് തിരുമ്പൊക്കെ ശരിക്കും ഞാൻ അവിടുത്തെ മൂപ്പറിനെ ശരിക്കും കണ്ടിട്ടില്ല കേട്ടാ. ഇല്ലല്ലേ രാമ ഒന്ന് തിരുമ്പോ 3 കുറ്റം തിരുമ്പൊക്കെ. നിങ്ങള് മുമ്പില് പഠിച്ചു വെച്ചിരിക്കണ 3 മക്കളുണ്ട്. ഒക്കെ നല്ലോണം മനസ്സിലാക്കിന്നോളൂ കേട്ടോ. മണി കണ്ട എന്റെ മണി കണ്ട മലമേലെ രാമ. അപ്പൊ നിന്റെ നാളും പേരൊക്കെ വെച്ച് കിട്ടിയ രാശി എന്താ വെച്ചാലേ അത്ര നാൾക്ക് 10 ഊറുദോഷം ഉണ്ടെന്നാണ് പറയണത്. എങ്ങനെയുണ്ടോ ഞാൻ പറഞ്ഞത്? ഒക്കെ ദോഷം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അത് കൂറ പേടിക്കണ്ട, കൂറ പേടിക്കണ്ടാന്ന്.
എന്ത് ഞങ്ങള് കിടക്കുമ്പോഴേ മേത്തൂടെ ഓടി പോയത് ആ കൂറ് ദോഷം ചെമ്മരിന്റെ മോളൂടെ എനിക്ക് പറഞ്ഞോടത്തോട് കേൾക്കില്ല ഡാ ആ രാമ ആ കൂറ് ദോഷം ഒരു നാൾക്ക് 10 മൂപ്പര അതിക്കില്ല ആ എന്റെ നായാഴ്ചക്കിൻ്റെ അത് എനിക്ക് കോറുദോഷമുള്ളൂ. ആ ആ ആ എന്റെ നായാഴ്ച പിന്നെ എന്റെ ഏട്ടനില്ല ഏട്ടാ ആ എന്റെ ഏടത്തിക്കുണ്ട് ആ അവർക്ക് ആകെ കൂറാണ് ചുറ്റുഭാഗം ആ അതിന് ADS ഉണ്ട് അതിനാണ് കൂടുതല് ആ ചുറ്റോറുണ്ട് ആ അതെ രാമ മേമ നോക്ക് അതെ അപ്പോ ഈ കൂറുദോഷം മാറാൻ വേണ്ടിട്ടാ നീ അവിടെ വെച്ച് പൂജിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ആ കരിങ്കുണ്ടി അല്ല കരിക്കുത്തി കരിങ്കുട്ടി അതിന്റെ ഒരു അമ്മയായിരിക്കുന്ന സാന്നിധ്യം അതിന്റെ അടുത്തുണ്ട്. അവിടെ ഒരു കല്ലുണ്ട്, അത് ആകെ എങ്ങനെ അവിടെ മൊന്തയും കാട് പിടിച്ച് കിടക്കാന്നൊക്കെ പറയണതേ. ആ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിട്ട് ഒരു വിളക്ക് തിരക്ക് കാണിച്ചോ. അതന്നല്ലേ ഞാൻ പറഞ്ഞ ആ കാട്ടിലൊരു കല്ലുണ്ട്. ആ, ആ. കല്ലില് നമുക്ക് വിളക്ക് വെക്കണം ഇവിടെ എന്ന് അങ്ങോട്ട് ഓരോ ചൂട്ട് കൊണ്ടുകൊണ്ട് എന്നിട്ട് എന്തുണ്ടായി? അത് അവളവിടെ കത്തിക്കാനാ പോണെന്ന പറഞ്ഞോടെ. അപ്പൊ നിങ്ങളോട് പറയണില്ലേ അവിടെ ഒരു കല്ലുണ്ടെന്നുള്ളത്? നല്ലൊരു കല്ലാണ്, നല്ല ചന്തള്ള കല്ലാണ് അത്. അവിടെ അങ്ങനെ ചുറ്റുഭാഗം ഇങ്ങനെ മൊന്തക്കാട് പിടിച്ച് അതൊക്കെ ഒന്ന് ഇങ്ങനെ വെട്ടി വൃത്തിയാക്കിട്ടേ 3 സാന്നിധ്യം കാണാതെ ഇങ്ങനെ 3 വഴിയുണ്ട് ഇത്ര ആ ഭാഗത്തൂടെ. അപ്പൊ അവിടെ ഒക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വിളക്കും തിരക്കെ വെച്ചിട്ടൊന്ന് ആരാധിച്ചോളൂ. ഒന്ന് ആരാധിച്ചിട്ടേ ആൾക്കാരാന്ന് മനസ്സിലായിട്ടില്ല. തെക്ക് വടക്കിട്ട് ആ കൈതോലപ്പായത് എന്നിട്ട് എത്താത്ത തോർത്ത് കൊണ്ട് കൊടുത്തിട്ട് കുളിച്ച് കീറിനവിടെ വന്നിട്ട് തെക്ക് വടക്ക് കിടക്കാം. നിങ്ങൾ കേക്കണ്ടത് ഈറടിഞ്ഞിട്ടല്ലേ. അപ്പൊ ആ പ്രകാരം പോലെ കാര്യങ്ങൾ ചെയ്താലേ നമ്മളെ ദോഷം നാളികേരം ഗുരുതി വെള്ളത്തിൽ മുക്കിയിട്ടേ തലങ്ങാട്ട് 2 മുട്ട് 3ാമത്തെ മുട്ടിനെ വെള്ളം പൊക്കോളും. വെള്ളം പോണ വരെ മുട്ടിടും. അതെ, അപ്പൊ അങ്ങനെ ആ ദോഷങ്ങൾ തീർന്നു എന്നാണ്. അപ്പൊ അത് പറയാ എത്ര മുട്ട് മുട്ടണോ? 3 മുട്ടിയൊക്കെ തീരും. അപ്പൊ അത് അങ്ങനെ ചെയ്തോട്ടാ. അല്ലാതെ കണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ദോഷമില്ല. പിന്നെന്താ വെച്ചാ ഏത് പെണ്ണൊരു എനിക്ക് ട്രൗസറൊക്കെ കൊണ്ടുവരും, ബലൂണൊക്കെ ഞാൻ അറിയാണ്ട് നിങ്ങക്ക് ട്രൗസറൊക്കെ പറഞ്ഞില്ലേ
ഓരപ്പം തണ്ടാര് വീട് കെട്ടി വരാൻ വേണ്ടി ആരും തിരുവള്ളിട്ട് ഞാനും നേരങ്ങളെ വന്നു നേരങ്ങളെ വന്നിട്ടുണ്ടോ? നേരങ്ങളെ കാണാനില്ലോ. അടിച്ചു ഞാനും എന്റെ പെങ്ങളും ഞങ്ങളിപ്പോ സെറ്റാ. അപ്പോഴേ ഞാനിപ്പോ കേറി ഇറങ്ങിയിട്ടൊക്കെ വന്ന് ഉറങ്ങിയിട്ട് കടന്നിട്ടുള്ളൂ. ഇന്നിക്ക് കയറാക്ക് വയ്യ. വിളിച്ചപ്പോ വന്നിട്ടാ അവൻ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടിയട്ടാ, ഇക്ക് വയ്യ. ഞാൻ കയറി ഇറങ്ങി വന്നിട്ട് ഇവിടെ കിടക്കാണ്. അപ്പൊ എറോട്ടി വന്നിട്ട് നല്ല നടുമുറ്റത്ത് വന്നിട്ട് കുടുംബത്ത് വന്നിട്ട് എറോട്ടിക്ക് ഇറക്കാൻ കൊടുത്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അല്ലേ ഞങ്ങളെ? അപ്പൊ ആ ചക്കൻ കയറി ഇറങ്ങി എന്നിട്ട് തുള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആങ്ങളും പെങ്ങളല്ലേ, ആങ്ങളും പെങ്ങളല്ലേ നമ്മള് ആങ്ങളും തുള്ളിയാന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാതൊക്കെ പറയൂട്ടാ. എന്താ നിങ്ങള് ഇവിടെ ആ പക്ക കൊണ്ടുവരാ അവിടെ ഇവിടെ ഇല്ല ഇല്ല പറയില്ല. ഈ കഴിഞ്ഞ കാലപാട്ടിൽ വന്നപ്പോഴും ഇങ്ങനൊക്കെ തല്ലുവിട്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഞാന് ചിരിക്കുമ്പോ കൈ പിടിക്കുമ്പോ അതൊക്കെ ഇങ്ങനെ അളകില്ലേ? ഒരാൾക്ക് 4 കാലം ഉണ്ടാവില്ലല്ലോ. അത് ശരിയാ. അപ്പൊ ഒരു കാക്കുട്ടനാട് കൊടുമ്പോൾ അടിച്ചു പറക്കിട്ട് വിത്ത് കൊടുക്കണ്ട, പൂങ്ങതാവിട് കൊടുക്കണ്ട. കള്ളനോ? അല്ല എറോട്ടി, എറോട്ടി ഞാനറിയാതെ ഇങ്ങോട്ട് കുടുംബത്തേക്ക് വരേണ്ടായോ? 18 കള്ള് വെള്ളത്തിൽ വയ്യാതിരിക്കുമ്പോ ഉയർന്ന വരുമ്പോ അടിച്ചു പറക്കി വെള്ളത്തിൽ ചായച്ചു വയ്യാതിരിക്കുമ്പോ ആരിങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ നടക്കുക. തണ്ടാര കുടുംബത്ത് വല്ലതുണ്ടോ? തണ്ടാര കുടുംബത്ത് വല്ലതുണ്ടോ? കുടുംബത്ത് വരണ്ടല്ലേ? ആ അപ്പൊ തൊപ്പിക്കാര് വരെ കാര്യമുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഒരു തുള്ളി ഞാൻ അപ്പൊ കുറച്ചല്ലേ ഉള്ളോട്ടാ. അവള് കുറച്ച് എടുത്തിട്ട് നിക്കതരിക. നിങ്ങൾ ഈ ആങ്ങളും പെങ്ങളൊന്നും തല്ലൂട്ടം നിന്നിട്ടില്ലേ? നിങ്ങളെ ഇവിടെ ഇടയ്ക്ക് ഇവിടെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങളാണ് കുഴപ്പമല്ലേ? ആങ്ങളാണ് കുഴപ്പം. ഇവിടെ ഞാൻ ചോദിക്കുന്നൊക്കെ തരും. ഇല്ല അപ്പൊ
വിളിക്കേ ഉണ്ണാളമാര് ഉണ്ണാത്തുമാര് ഒന്നാണങ്ങള് നാലോട്ട് ഓമരക്കാര് പറഞ്ഞിരിക്കുന്ന പ്രകാരം നൂല് നാലാമത്തെ വിളിക്കാൻ വന്നിട്ട് വായൂര് വരെ തിരിച്ച പ്രകാരം പോലെ അരാധികള് കേട്ടോ ശരിടാ ഉള്ളി